അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു ഗ്രീൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഒരു മിക്സിയിലെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് പട്ടയും 2-3 ഗ്രാമ്പും 2-3 ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് കപ്പ് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഇതായിട്ട് വരണം. ഇനി ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹാഫ് കുക്കായി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നമ്മുടെ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ കറി അടിപൊളിയായിട്ടൊന്ന് തിളച്ച് കുറുകി വരാനുണ്ട്. അപ്പോഴായിരിക്കും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് കാപ്പിയുടെ കൂടെ കഴിക്കാനായിരിക്കും നല്ല ഇത്. അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം ഞാനൊരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരവും കൂടി ഒന്ന് ഫ്ലെയിമിലിട്ടിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയാണ് നമുക്ക് ഈ ചിക്കൻ കറി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇനി നമുക്കിത് വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരുപാട് പണിയൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല ചൂട് പാലടയോടെയാണ് കഴിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.